മൈക്രോസോഫ്റ്റ് എക്സലിലെ വെർട്ടിക്കൽ ലുക്കപ്പ് അഥവാ വി ലുക്കപ്പ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ടേബിളുണ്ട്, പ്രോഡക്റ്റ് നെയിമും പ്രൈസും. അതിൽ പെന്ന്, വാച്ച്, മൊബൈൽ ഫോൺ, മാസ്ക് മുതലായ ഐറ്റങ്ങളുണ്ട്. അതിന് തൊട്ടപ്പുറത്തെ കോളത്തിലായിട്ട് അതിൻ്റെ പ്രൈസും ഉണ്ട്. അപ്പോൾ നമ്മളൊരു സെല്ലിൽ ഒരു പ്രൈസിൻ്റെ വില പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തൊട്ടടുത്ത സെല്ലിൽ അതിൻ്റെ പ്രൈസ് വരണം. അത് എങ്ങനെ നമുക്ക് എക്സലിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിന് എളുപ്പം ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് വി ലുക്കപ്പ് എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. സെല്ല് വാല്യൂ വേണ്ട ആ സെല്ലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക, കോമ. ഇനി ഏത് ടേബിളിൽ നിന്നാണോ ആ വാല്യൂ തിരഞ്ഞെടുക്കേണ്ടത് ആ ടേബിൾ തിരഞ്ഞെടുക്കുക, കോമ. ഇനി ഏത് വാല്യൂ ആണോ ആ വേണ്ടത്, അതായത് 1, 2 രണ്ടാമത്തെ കോളത്തിലാണ് പ്രൈസ്, അപ്പോൾ നമ്മൾ 2 കൊടുത്തു. അതിനുശേഷം ഏത് തരത്തിലുള്ള മാച്ചാണ് വേണ്ടത്, അപ്രോക്സിമേറ്റ് മാച്ചാണോ അല്ലെങ്കിൽ എക്സാക്ട് മാച്ചാണോ, നമുക്കിവിടെ അപ്രോക്സിമേറ്റ് മാച്ച്, അതിന് 0 കൊടുത്തു. അത് കണ്ടില്ലേ, മാച്ച് എന്ന് കൊടുത്തപ്പോൾ 1050 രൂപ വന്നു, നട്ട്സ് കൊടുത്തപ്പോൾ 60 രൂപ വന്നു. അതുപോലെ നമുക്ക് ഏത് വേണമെങ്കിൽ ഇപ്പം മാറ്റി നോക്കാം. അപ്പോൾ പെന്നൊന്ന് ടൈപ്പ് ചെയ്തു, പെന്ന് കൊടുത്താൽ 10 രൂപ, ആ ടേബിളിലുള്ള വാല്യൂ തന്നെ വന്നു. ഇതാണ് വി ലുക്കപ്പ് എന്നുള്ളതിൻ്റെ ഉപയോഗം. മറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറും. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ വാല്യൂ തിരഞ്ഞെടുത്തതിന് ശേഷം എളുപ്പമാക്കി നോക്കാം. അപ്പം നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഡാറ്റ വാലിഡേഷന് അലോ എന്നുള്ളത് ലിസ്റ്റ് തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് സോഴ്സ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സോഴ്സ് ഇപ്പം പെന്ന് മാച്ച് അതാണ്, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുക്കുക. അപ്പം നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും. അതെ, നേരത്തെ കാണിച്ച ലിസ്റ്റ് എല്ലാം ഉണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ വി ലുക്കപ്പ് എന്നുള്ള ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ, ഏത് വാല്യൂ ആണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തു. ഇനി ഏത് ടേബിളാണ് അത് സെലക്ട് ചെയ്തു. ഏത് വാല്യൂ ആണ് വേണ്ടത് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ 1, 2 2 കോമ അപ്രോക്സിമേറ്റ് മാച്ച് പെൻസിലിട്ട് നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് അടുത്തൊന്ന് തിരഞ്ഞെടുത്ത് നോക്കാം. അതായത് ഇപ്പം നെക്സ്റ്റ് ഐറ്റം ഒരെണ്ണം സെലക്ട് ചെയ്തു, പെന്ന് 10, നട്ട്സ് 60. ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത കോളം മാറിപ്പോകും. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് മറ്റൊരെണ്ണം നോക്കാം, എച്ച് ലുക്കപ്പ്, അതായത് ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ഈ ടേബിൾ കണ്ടില്ലേ, ഹൊറിസോണ്ടലായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റുഡൻറ്റ് നെയിമുണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഗ്രേഡും സ്റ്റാൻഡേർഡും കിട്ടണം. അത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ടൊരു സെല്ല് തിരഞ്ഞെടുത്തു. അവിടെ നേരത്തെ ചെയ്ത പോലെ എച്ച് ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. എച്ച് ലുക്കപ്പ്, ഏത് വാല്യൂ ആണ് സെർച്ച് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തു, കോമ. ഈ ടേബിൾ ഏത് ടേബിളാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ടേബിൾ സെലക്ട് ചെയ്തു, കോമ. അതിൻ്റെ ഇൻഡെക്സ് ഏത് വാല്യൂ ആണ് വേണ്ടത്, 1, 2 രണ്ടാമത്തെ റോ ആണ് നമുക്ക് വേണ്ടത്, 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, കോമ. നമുക്ക് അപ്രോക്സിമേറ്റ് മാച്ച് മതി, അപ്രോക്സിമേറ്റ് മാച്ച് 0. ക്ലോസ് ചെയ്യുക. നമുക്കൊരു പേരെടുത്ത് സെർച്ച് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ബിനു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്റ്റാൻഡേർഡ് 9, ടേബിളിൽ 9ാമത്തെ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാം, വേറൊരു വാല്യൂ നോക്കാം. എക്സാമ്പിൾ അരുൺ സ്റ്റാൻഡേർഡ് 10. ഇനി നമുക്ക് അവൻ്റെ ഗ്രേഡ് കൂടെ നോക്കാം. ഗ്രേഡും സെയിം പോലെ ചെയ്യാം. ലുക്കപ്പ് ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്തത്, കോമ. ഏത് ടേബിളാണ് ടേബിൾ സെലക്ട് ചെയ്ത് കൊടുത്തു, കോമ. ഇത് ഗ്രേഡ് 3ാമത്തെ റോയിലാണ്, 1, 2, 3 3ാമത്തെ റോ സെലക്ട് ചെയ്ത് കൊടുത്തു, കോമ. അപ്രോക്സിമേറ്റ് മാച്ച് 0. കടൽ 0. ഏവം നമുക്കൊരു പേര് മാറ്റി നോക്കാം. ജോൺ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, കണ്ടില്ലേ, ജോണിൻ്റെ ആ ടേബിളിൽ നിന്നുള്ള വാല്യൂ ബി ഗ്രേഡ് A-. ഒരു വാല്യൂ ഇവിടെ നോക്കാം, രാഹുൽ 10B. ഇനി നമുക്കിങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ പേര് വെച്ച് അതിന് ഡാറ്റ വാലിഡേഷൻ അലോവിൽ നിന്നും ലിസ്റ്റ് തിരഞ്ഞെടുത്തു, ഓക്കെ. സോഴ്സ് അരുൺ രാഹുൽ, ആ ലിസ്റ്റ് പേര് തിരഞ്ഞെടുത്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. നമുക്കിപ്പോൾ കാണാം ലിസ്റ്റ് കിട്ടി. സ്റ്റുഡൻസിൻ്റെ പേര് ഡ്രോപ്പ് ഡൗണിൽ തിരഞ്ഞെടുക്കുന്നതനുസരിച്ച് ഗ്രേഡും സ്റ്റാൻഡേർഡും മാറുന്നത് കാണാം. സുഹൃത്തുക്കൾക്ക് ഇത് മനസ്സിലായി തോന്നുന്നു. ഇത് ഉപയോഗിച്ച് വളരെയധികം നല്ല കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.